നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് ഞങ്ങൾ JB ജംഗ്ഷനിൽ അതിഥിയായി കൊണ്ടുവരുന്നത്. സംവിധായകൻ, നാടക രംഗത്ത് വിഹരിക്കുന്ന വ്യക്തി, സംവിധായകൻ, അതോടൊപ്പം തന്നെ ഒരു അഭിനേതാവ്, മറ്റാരുമല്ല VK പ്രകാശ്. VKPയെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. VKP പാടുവാ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ പാട്ടിനോട് നമുക്ക് ഭയങ്കര കമ്പമാണല്ലോ. പാട്ടിനോട് കമ്പമാണ്, പക്ഷെ പാടാറില്ല. കമ്പം ഒരുപാട് കാര്യങ്ങളോടുണ്ട്, പക്ഷെ പാട്ടിനോടുണ്ട്. പാട്ടിനോടുണ്ട്. പ്രധാനപ്പെട്ട കമ്പങ്ങൾ എവിടെയൊക്കെയാണ്? അഡ്വർടൈസിങ്, സിനിമ, പരസ്യമാണ് താങ്കളുടെ. പരസ്യവും സിനിമയും അഭിനയം കൂടിയായല്ലേ? ഇപ്പൊ അഭിനയം കൂടിയായി. കലയിലെ ഒരു സകലകലാ വല്ലഭനായി മാറുക എന്നുള്ളതാണോ ഉദ്ദേശം? അല്ല, അങ്ങനെയൊന്നുമില്ല. നോട്ട് അറ്റ് ഓൾ. പക്ഷെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണ്. ഓപ്പർച്യൂണിറ്റി കംസ്, ഐ ഡോണ്ട് ഡിനൈ ഇറ്റ്. അങ്ങനെ ഒരു ഈ വരയിലൂടെ പോകണമെന്നൊന്നുമില്ല. ഒരു നിർബന്ധമില്ല. പാരമ്പര്യവാദിയല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ടായിരിക്കും ചില പേരുദോഷം കേട്ടത്. മലയാള സിനിമയിൽ പുതു ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാര്യങ്ങളും. അല്ല, അത് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുക, സത്യസന്ധമായിട്ട് പറയുക എന്നുള്ളതാണ്. അത് പണ്ടും ഉണ്ടായിരുന്നിട്ടുണ്ട്. നമ്മൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ പുനർജന്മം ഒക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ്, ഒരുപാട് സിനിമകൾ. അതൊക്കെ മലയാള സിനിമയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ്. താങ്കൾ കണ്ട കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കല്ല, അതൊക്കെ ഇൻസ്പയർ ചെയ്യാലോ. കാരണം അങ്ങനെ പല കാര്യങ്ങൾ, അത് A.T. കുബറിൻ്റെ ഒരു നോവൽ ഒരു ചെറിയൊരു ആസ്പദമാക്കി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ മേ ബി നമ്മൾ പഠിച്ച നാടകവും അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം തോന്നുന്നതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ മടിയില്ലാതെ പറയുന്നെന്ന് മാത്രം. VKP, അതായത് മലയാള സിനിമയിൽ താങ്കൾ ഒരു ഡസനിലേറെ നല്ല ചിത്രങ്ങൾ പ്രദാനം ചെയ്തു. അതിൽ ചിലത് സക്സസ്ഫുള്ളായി, ചിലത് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു, ചിലത് ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടി, സമ്മിശ്രമായിട്ടുള്ളൊരു പ്രതികരണങ്ങളുണ്ട്. താങ്കൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടിരുന്ന ചിത്രങ്ങളാണോ, ചിലതൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും അതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് ചെയ്യുന്നത്. കാരണം അത് ഏതൊരു കലാസൃഷ്ടിയായാലും ശരി, ഇപ്പോൾ പെയിൻറ്റിംഗ് ആയാലും എഴുത്തായാലും സ്കൾപ്റ്റിംഗ് ആയാലും എല്ലാം നമ്മളൊരു എല്ലാം നന്നായിട്ട് വരണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില സമയത്ത് ആർട്ടിൻ്റെ അതാണ് അതിൻ്റെ ഒരു ത്രില്ലെന്ന് പറയുന്നത്. കാരണം ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. പരാജയങ്ങൾ നമ്മുടെ കൂടെ അനിശ്ചിതത്വം ഉണ്ടായിരിക്കണം, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു ഫിയർ എലിമെൻ്റ് ഉണ്ടായിരിക്കണം എപ്പോഴും. അപ്പോൾ ചിലത് സക്സസ്ഫുൾ ആകുമ്പോൾ പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നത് പരാജയമായിരിക്കും. വിജയം നമ്മൾ മറന്നു പോകും. വിജയം ആരെങ്കിലും കൊണ്ടുപോകും, മറന്നും പോകും, നമ്മൾ മറന്നു പോകും. പക്ഷെ പരാജയം ഇറ്റ് വിൽ ബി ദേർ, സ്റ്റേ വിത്ത് യു ഫോർ എ ലോങ് ടൈം. പ്രൊഡ്യൂസർ വരുവാണെങ്കിൽ പറയാം, കണ്ടോ അവന്റെ കഴിഞ്ഞ പഴച്ച പടം 8 കെട്ട് പൊട്ടിയിട്ട. പക്ഷെ തൊട്ട് മുമ്പുള്ള വലിയ സൂപ്പർ ഹിറ്റിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കില്ല. ഇല്ല, യുവർ എനി ഫീൽഡ്, എനി ആർട്ട് ഫീൽഡ്, യു ആർ നോൺ ഫോർ യുവർ ലാസ്റ്റ് ജോബ്. കഴിഞ്ഞ ജോബിലാണ് അറിയപ്പെടുന്നത്. അതിപ്പോൾ അഡ്വർടൈസിംഗ് ആയാലും ഫിലിം ആയാലും നോവലായാലും ഏത് ആർട്ട് ഫോം ആയാലും യു ആർ നോൺ ഫോർ യുവർ ലാസ്റ്റ് ജോബ് എന്നല്ലേ. VKP, താങ്കൾ ഈ പറഞ്ഞ പരസ്യരംഗത്ത് താങ്കൾ എന്താ പറയുക, മുടിചൂടാമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും താങ്കൾക്ക് നല്ലൊരു ഫേം ഫൂട്ടിംഗ് ഉണ്ട്, ഒരു പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് മലയാള സിനിമയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഒരുപക്ഷെ കയ്യിലുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു താവളത്തെ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നൊരു വ്യതയുണ്ടായിരുന്നു. അതെയോ അല്ല, തനിക്ക് പറ്റുന്നൊരു മേഖല കൂടിയാണ്, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആണിത്? അങ്ങനെ പലരും അങ്ങനെ ചിന്തിക്കാം. കോംപ്ലിമെൻ്ററി ആണെന്നാണ് എൻ്റെ ആലോചന. ഞാൻ ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് ഫിലിംസ് കൂടുതൽ കണ്ടന്റ് ബേസ്ഡ് ആണ്, സ്റ്റോറി ടെല്ലിംഗ് ബേസ്ഡ് ആണ്. അല്ലാതെ ഫാഷൻ സ്റ്റൈലിങ്ങിൽ ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫോർട്ടേ അതാണ്, അതായത് സ്റ്റോറി ടെല്ലിങ്ങും കണ്ടൻറ്റും ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എലിമെൻറ്റ്, ഇപ്പോൾ ഈ ഫീച്ചർ ഫിലിമിൻ്റെ ഒരു കഥ പറയുന്ന രീതി ഞാൻ അഡ്വർടൈസിങ്ങിൽ കൊണ്ടുപോയി അതിൻ്റെ ഒരു ടെക്നോളജി ഐ ട്രൈ ടു അഡാപ്റ്റ് ഇറ്റ് ഇൻ ടു ഫീച്ചർ. ഒരു എക്സ്റ്റൻഷൻ ആണല്ലേ? എക്സ്റ്റൻഷനാണ്. ഒരുപക്ഷെ ഒരു കഥ താങ്കൾ 30 സെക്കൻഡ് കൊണ്ട് പറയണു, ഒരു കഥ 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു. ആ വ്യത്യാസം മാത്രമേ താങ്കൾ കാണുന്നുള്ളൂ. അതാണ് കൂടുതൽ. പരസ്യത്തിൽ കുറച്ചും കൂടി ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യുമ്പോൾ സിനിമയിൽ കുറച്ചും കൂടി ഹൃദയമാണ് വന്ന് കയറുന്നത്. തീർച്ചയായിട്ടും. പരസ്യം ഈസ് ആക്ച്വലി ഇറ്റ്സ് ഫ്രം ബ്രെയിൻ, ബട്ട് സിനിമ ഈസ് ഫ്രം ദ ഹാർട്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഫിക്ഷനും ഒരു മാർക്കറ്റിംഗ് സെല്ലിംഗ്, ഇതിന്റെ അന്തരം ഇവിടുന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടു ഒരു സ്ഥലത്തൊക്കെ ആൾക്കാർ വിദഗ്ധന്മാർ പറയും. അതെ, പക്ഷേ എങ്കിലും അതിലൊരു സൂപ്പർഫ്ലുവാലിറ്റിയും അതിൻ്റെ ഒരു ഡെപ്തും ഉണ്ട്. ഒരു സൂപ്പർഫ്ലുവാലിറ്റിയാണ് മറ്റേ if you really take advertising. അപ്പോൾ ഈ ബുദ്ധി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഹൃദയത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടി വരുന്നതിനെ ഒന്ന് മിസ് ഔട്ട് ചെയ്യാനുള്ള സാധ്യത ഇല്ല? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഞാൻ അഡ്വർടൈസിംഗ് ഫിലിം ചെയ്തപ്പോഴും ഐ ഓൾവേസ് ട്രൈ ടു ഡു ഫിലിം വിച്ച് ഇസ് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആഡ്സ് ആണ് ഞാൻ ചെയ്തത്. കുറച്ചുകൂടെ ഇമോഷൻ, എൻ്റെ ഒരു ഫോർട്ടേ അതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്നെ അല്ലെങ്കിൽ രാജീവിനെയൊക്കെ ആൾക്കാർ വിളിക്കുന്നത് കുറെ കൂടെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കമേഴ്ഷ്യൽസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പരസ്യമാകുന്നുള്ളൂ. ഇമോഷണൽ എലമെന്റ് ഐഡിയ ബേസ്ഡ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം അത് ഞങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരുപാട് ഐഡിയ ബേസ്ഡ് കമേഴ്ഷ്യൽസ് ആയിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടെ എക്സിക്യൂഷണൽ ബേസ്ഡ് ആണ്. സോ ഐ ഓൾവേസ് ബിലീവ് അഡ്വർടൈസിംഗ് ഷുഡ് ഹാവ് ആൻ ഐഡിയ. VKP, ഒരാൾ താങ്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നു, നമുക്ക് നോക്കാറ്. പ്രകാശേ,
ഞാൻ ആദ്യം തന്നെ ഇയാളുടെ പ്രായം വെളിപ്പെടുത്താൻ പോവാം. വേറെ ഒന്നും വിചാരിക്കരുത്, ഞാനും VK പ്രകാശും ഒന്നിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചവരാണ്. അപ്പോൾ ഏതാണ്ട് പ്രായം മനസ്സിലാവുമല്ലോ. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കാര്യം ഞാൻ വളരെ MAയും B.Edും ഒക്കെ കഴിഞ്ഞ് കുറച്ച് പ്രായമായതിന് ശേഷമാണ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ ചെന്നത്. എൻ്റെ ജസ്റ്റ് ജൂനിയർ ബാച്ചിൽ വളരെ പ്രായവ്യത്യാസത്തിൽ പഠിക്കാൻ വന്നവരായിരുന്നു കരുണപ്രകാശും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ. പക്ഷെ ഇപ്പോൾ ഈ നരച്ച താടിയൊക്കെ ആയിട്ടിരുന്നുകൊണ്ട് എനിക്ക് അവരെയൊക്കെ ഒന്ന് ചമ്മിക്കണമെങ്കിൽ അവരൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ ഒക്കുന്നിടത്തൊക്കെ പറയുകയും ചെയ്യും. എന്തായാലും ഞങ്ങളുടെ ഒരു നല്ല കാലഘട്ടത്തിൽ എനിക്ക് VKPയെ കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹം നല്ലൊരു സംഗീത ആസ്വാദകനായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് പഴയ ചലച്ചിത്ര ഗാനങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് P. ജയചന്ദ്രൻ, ഇതൊക്കെ വളരെ കൂടുതൽ പ്രകാശിന് ഇഷ്ടമുള്ള നല്ലൊരു സംഗീതാസ്വാദകനാണ്. പക്ഷേ വ്യക്തിപരമായി ഞാൻ പറഞ്ഞ VK പ്രകാശിനൊരു ബാഡ് ടേസ്റ്റാണുള്ളത്. അതിൻ്റെ കാര്യവും ചിലപ്പം പ്രകാശ് തന്നെ പറയും. കാര്യം അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ബിന്ദു ബിന്ദു ഒതുങ്ങി നിൽപ്പു നിന്നിലൊരു ഉൾക്കട ശോകത്തിൻ ബിന്ദു. ഇത് പാട്ടിൻ്റെ ഇതല്ല, അത് പാടിയ ആളിലാണ് അതിൻ്റെ കുഴപ്പം. അയാളെ കൊണ്ട് പലപ്പോഴും ഈ പാട്ടിങ്ങനെ പാടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സംഗീത ആസ്വാദനത്തിൻ്റെ കാര്യത്തിൽ ഈ എൻ്റെ പ്രിയ സുഹൃത്ത് വളരെ പുറകിലാണ്, അയാളുടെ അഭിരുചി വളരെ മോശമാണ്. ബാലേട്ടനോട് എപ്പോഴും പാടാൻ പറയാറുണ്ട് ആ പാട്ട്. ഈ ബിന്ദു എന്താണ് സംഭവം? ആ പാട്ട് താങ്കൾ പാടുന്നതാണോ അതെയോ? അല്ലല്ല, ജേട്ടൻ പാടിയൊരു പാട്ടാണ്. ബാലേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് പാടാൻ പറയും. ബാലേട്ടൻ നല്ലൊരു ഗായകൻ, ഇപ്പൊ നാടകത്തിലൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാലേട്ടൻ്റെ ശബ്ദത്തിൽ ആ പാട്ട് കേൾക്കാൻ. ഒപ്പറ ശബ്ദത്തിലൊരു മൊരടനുണ്ട് അല്ലേ? അതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ട് പുള്ളി പാടുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മുടെ ഓംപുരിയെ കുറിച്ച് കൊണ്ടൊക്കെ പഠിക്കുന്ന പോലെ അമരേഷ് പുരിയുടെ ഒരു ശബ്ദത്തില് ഒരു മാധുര്യമുള്ള പാട്ട് പാടിക്കഴിഞ്ഞാൽ എന്തിരിക്കും, അങ്ങനെ ഉണ്ടാവും. എന്തായാലും താങ്കളുടെ ചിരകാല സുഹൃത്താണ്, താങ്കളുടെ മുതിർന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. സ്കൂൾ ഓഫ് ഡ്രാമ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരെ കടഞ്ഞെടുത്ത ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും അതെ. ഞങ്ങളെപ്പോലുള്ളവരുടെ എനിക്കൊക്കെ ഒരു വഴികാട്ടിയായത് സ്കൂൾ ഓഫ് ഡ്രാമയാണ്. കാരണം ഞങ്ങളൊക്കെ പോകുന്നത് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടാണ്. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷനാണ് സ്കൂൾ ഓഫ് ഡ്രാമ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ തിയേറ്റർ ആർട്സ്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ശങ്കരപ്പിള്ള സാറ്, രാമാനുജൻ സാറ്, പാവം 3 days ബാക്ക് ഹി ഹാസ് ഗോൺ. സോ ഇവരൊക്കെ ഞങ്ങളുടെ അധ്യാപകന്മാരെ വരികയും നമുക്ക് എന്താണ് നല്ലത് എന്ന് കാണിച്ചു തരികയും ചെയ്ത ഒരാൾക്കാരാണ്. അതായത് ഏത് റൂട്ടാണ്. കാര്യം ഞങ്ങൾ വളരെ ബ്ലാങ്കായിട്ട് പോയ ആൾക്കാരാണ് അവിടെ. പക്ഷെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന അഡ്വർടൈസിംഗിൽ പോലും എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഓഫ് സ്കൂൾ ഓഫ് ഡ്രാമ. ഒരു ബേസിസ് അല്ലേ, ഒരു ബേസിക് ആണ്, ഫൗണ്ടേഷൻ ആണ്. എന്നോട് ശങ്കരപ്പിള്ള സാർ പറഞ്ഞൊരു ലൈൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് യു ക്യാൻ ബി എ പാസിംഗ് ഷിപ്പ് ഇൻ എ നൈറ്റ്. അത് ഈസിയാണ്. പക്ഷേ ഇൻ യുവർ ക്രിയേഷൻ ഇഫ് ദർ ഇസ് എൻ എഡ്ജ് ഇറ്റ് വിൽ ബി നോട്ടിസ്ഡ്, ഇറ്റ് വിൽ ബി തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ചിരിക്കും, അത് കരയ്ക്കടുത്തിരിക്കും എന്ന് പറഞ്ഞ ആ ഒരു ഇപ്പോഴും എനിക്ക് ഐ റിമെമ്പർ ദാറ്റ് വെരി ക്ലിയർലി. ഒരാൾ താങ്കൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. വരട്ടെ, നോക്കട്ടെ. നമസ്കാരം VKP. എത്ര വർഷമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അല്ലേ? സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം. അന്ന് കരുണപ്രകാശാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ചന്ദ്രശേഖര പാട്ടീലിൻ്റെ കുടകൾ എന്നൊക്കെ പറയുന്ന നാടകം ഷെഡിലിരുന്ന് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട് മുരളിയുടെ കൂടെ. അന്ന് വയനാട്ടിൽ നിന്ന് ഒരു ചുരം യാത്ര ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അല്ലേ? അന്ന് നടന്നിട്ടാണ് ചുരം ഇറങ്ങിയതോ കയറിയതോ. അന്നത്തെ അതേ ഊർജ്ജസ്വലത ഒരു സമയത്ത് പോലും കൈവിടാതെ തുടർച്ചയായിട്ട് കലാരംഗത്ത് പല മേഖലകളിൽ അല്ലേ? ആഡ് ഫിലിമിൻ്റെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം VKPയെ. പിന്നെ ഒരുപാട് സിനിമകൾ എനിക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചില സ്ക്രിപ്റ്റുകൾ എഴുതാൻ കന്നഡയിലും മലയാളത്തിലും എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ സിനിമകളായിരുന്നു. ഒരുപാട് എക്സ്പെരിമെൻസാണ് സിനിമയിലൂടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ 1-2 സംശയങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, എന്തെങ്കിലും ചെയ്യാതിരിക്കാത്തൊരു VKPയെ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ഒന്നും ചെയ്യുന്നില്ലെങ്കിലും കാലുകളെങ്കിലും ആട്ടിക്കൊണ്ടേയിരിക്കുന്നൊരു മനുഷ്യൻ. ഉറങ്ങുമ്പോൾ ആട്ടാറുണ്ടോ? പിന്നെ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ആഡ് ഫിലിം ചെയ്യുന്നു, സിനിമകൾ ചെയ്യുന്നു, നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, നാടകങ്ങൾ ചെയ്യുന്നു എന്ന് പറയാം. എൻ്റെ ചോദ്യം, സാമ്പത്തികമായിട്ടുള്ള മാനദണ്ഡം
കണക്കിലെടുക്കാതെ താങ്കൾക്ക് ആഡ് ഫിലിംസ് ചെയ്യുമ്പോഴാണോ, സിനിമ ചെയ്യുമ്പോഴാണോ, അതോ നാടകം കളിക്കുമ്പോഴാണോ കൂടുതൽ സംതൃപ്തി കിട്ടുന്നത്? അതിൻ്റെ ഒരു പ്രയോറിറ്റി ഓർഡറിൽ കേൾക്കാൻ എനിക്ക് മാത്രമല്ല ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. സാർ ചോദിച്ചാൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഡ്വർടൈസിംഗ് ആണ്. തീർച്ചയായിട്ടും അഡ്വർടൈസിംഗ് ആണ്. പക്ഷേ പ്രയോറിറ്റി വൈസ് ഇഫ് യു ആസ്ക് മീ, ആക്ച്വലി നാടകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, ഞാനത് ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് പോലും ഞാനൊരു നാടകം പെർഫോം ചെയ്തിരുന്നു. നാടകം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നൊരു മാനസിക സന്തോഷം. അതുപോലെ തന്നെ ഫിക്ഷൻ, ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്യുമ്പോഴൊരു സന്തോഷം. വി ഡു ഫിലിംസ് ഫോർ മാസ്, വി ഡു ഫിലിംസ് ഫോർ അവർ സെൽഫ്. അപ്പോൾ വി ഡു സിനിമ ഫോർ അവർ സെൽഫ്, അതിനൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ നോ റെസ്ട്രിക്ഷൻസ്, ക്രിയേറ്റീവായിട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ല, ഫൈനാൻഷ്യലായിട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ല. സോ യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ താങ്കൾ ചെയ്യുന്നതിൽ താങ്കൾ ഇഷ്ടപ്പെടാത്ത സിനിമകളും ഉണ്ടോ? ഇഷ്ടപ്പെടാത്തതെന്നല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ തോട്ട് പ്രോസസ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന സിനിമകൾ, അത് ഞാൻ ചിലത് നമ്മൾ മാസിന് വേണ്ടി ചെയ്യും. ലോട്ട് ഓഫ് അതിൻ്റേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആർ ഡിഫറെന്റ്. കോംപ്രമൈസ് ഒരുപാട് വരും. ഒബ്ജക്റ്റീവ്സ് ആർ ഡിഫറെന്റ്. ഞാനതിൽ ഞാൻ അഡ്വർടൈസിംഗ് ആയതുകൊണ്ട് ഒബ്ജക്റ്റീവ് ഡിഫറെന്റ് ആണ്, ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറൻസ് ആണ്. ഈ പറഞ്ഞ പരസ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് എഫിഷ്യൻസിയാണ്. കോർപ്പറേറ്റ് എഫിഷ്യൻസി, അതെ, ഒരു പ്രൊഫഷണൽസും ഉണ്ട്, അതൊരു ടൈം ലൈൻസ് ഉണ്ട്, അതിൻ്റെ ഫൈനാൻസ് ഉണ്ട്, എല്ലാം കറക്റ്റാണ്. സിനിമ എന്ന് പറഞ്ഞാൽ അല്പം അരാജകത്വത്തിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഒരു അനിശ്ചിതത്വം ഉണ്ട്. ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് സ്ട്രെസ് ചെയ്യാനും പറ്റില്ല. നമുക്കൊരു ഹെഡ് മാസ്റ്റർ ഒന്നും ആകാൻ പറ്റില്ല. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ പരസ്യരംഗത്തൊക്കെ ഒരുപാട് കാലം ഇതിൻ്റെ ഈ പറഞ്ഞ ഈ ഒരു CG പോളിസി പ്രകാരം വർക്ക് ചെയ്തിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ ഈ അരാജകത്വത്തെ എങ്ങനെയാണ് താങ്കൾ നേരിട്ടുന്നത്? അതെയോ താങ്കളുടെ ഉള്ളിൽ ഒരു അരാജകത്വം ഉണ്ടോ? കുറച്ച് അല്ല, അങ്ങനെയല്ല. ഇറ്റ് ഈസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു അഡ്വർടൈസിങ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ബോബി ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നിട്ട് ചോദിച്ചു, VKP ഞാൻ കേട്ടിരിക്കുന്നത് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണല്ലോ, പക്ഷെ നിങ്ങൾ ഭയങ്കര സ്ലോ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ സ്ലോ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഫാസ്റ്റായിട്ട് ഒരിക്കലും സിനിമ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് റഷസ് 2.5 മണിക്കൂർ ഉണ്ടാവും, 4 മണിക്കൂർ. അതെൻ്റെ ഒരു രീതിയാണ്. കാരണം നമ്മളത് ഈ പറഞ്ഞ പോലെ അഡ്വർടൈസിംഗ് പഠിച്ച ഒരു ശിക്ഷണമാണത്. കാരണം ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണലി പോയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടൈം ലിമിറ്റേഷൻസ് ഫോർ എവറി ഷോട്ട്, എവറി സീക്വൻസ്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ നമ്മുടെ അരാജകത്വം കാണിക്കാൻ പറ്റില്ല. കാരണം അവർ ഡിറക്റ്റഡ് ഫ്രം യുവർ ഓൺ. അവിടെ കാണിക്കാൻ പറ്റാത്തൊക്കെ താങ്കൾ ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ അതുകൊണ്ടാണ് സ്ലോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ദ എൻ്റെ എഡിറ്റഡ് ലെങ്ത്തിന്റെ ഒരു കാൽക്കുലേഷൻ. ആദ്യം ഒരു 4 hours ഉണ്ടാക്കിയിട്ട് പിന്നെ 2.5 ആക്കി, 2.5. അല്ല, അങ്ങനെയില്ല. ഞാൻ ഇല്ല സ്ട്രേറ്റ് 2.5 മണിക്കൂർ എൻ്റെ മാക്സിമം പ്രഷസ് ഉണ്ടാവുള്ളൂ 2 മണിക്കൂർ ഫിലിം ആണെങ്കിൽ. അല്ലാതെ ഞാൻ ഒരുപാട് ഷോട്ട്സ് അധികം ഞാൻ ഷൂട്ട് ചെയ്ത എല്ലാ ഷോട്ട്സ് ഉപയോഗിക്കാം. ചില ആൾക്കാർ പറയാണ് കുറച്ച് ഷോട്ട്സ് അധികം എടുത്ത് വെക്കാം. അത് ഒരു രീതിയാണത്. നമുക്ക് ആ സമയത്ത് വേണം ഉപയോഗിക്കേണ്ട വന്നാലോ. പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഞാനത് വാട്ട് എവർ ഐ നീഡ് ടു ഷൂട്ട്. റിസ്ക് ഉണ്ടോ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്? റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ ക്ലിപ്തമായിട്ടുള്ളൊരു പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വലിയ പ്ലാനൊന്നും VKPക്ക് ഇല്ലാന്ന് ചില ആൾക്കാരെ പറയുന്നുണ്ട്. മര്യാദയ്ക്ക് സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ സിനിമ ചെയ്യുന്നത്. അത് 2 സിനിമകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും ഒരു 1 ലൈൻ ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ക്ലിപ്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സിനിമ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ സീനുകളാണ് സീനുകളാണ് നമ്മൾ അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സീനുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഞാനാണ് ഇപ്പൊ VKPയെ കുറിച്ച് ഞാനിങ്ങനെ ഒരു അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചൊന്നൊരു ആക്ഷേപം എന്നെ കുറിച്ച് ഉണ്ടായില്ല. ഒരിക്കലും ഇല്ല, ഉണ്ടാകരുത്. ഇല്ല. എന്താ കാരണം അറിയാം? ഞാൻ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരിക്കാൻ വേണ്ടി അദ്ദേഹം പോലും അറിയാതെ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ചില വാക്കുകൾ പറയിപ്പിച്ചു. ആരാ നമുക്ക് നോക്കാം. VKP എന്ത് ചോദിക്കാനാണ് നമ്മൾ തമ്മിൽ? എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരസ്പരം സ്ഥിരമായി ഫോൺ കോളിലൂടെയും നേരിട്ട് കാണുമ്പോഴും ഒക്കെ പറഞ്ഞ് തെളിഞ്ഞ ഒരു സൗഹൃദമാണ് നമ്മുടെ. ബ്യൂട്ടിഫുളും ട്രിവാൻഡ്രം ലോഡ്ജും എൻ്റെ റൈറ്റിംഗ് കരിയറിലെ ഏറ്റവും വലിയ സക്സസ് സ്റ്റോറീസാണ്. അതുപോലെ തന്നെ VKPയുടെ ഒരു ഡയറക്ടോറിയൽ അല്ലെങ്കിൽ ഒരു ഫിൽമോഗ്രഫിയിലെ ഏറ്റവും വലിയ സക്സസ്സുകളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ തമ്മിലൊരു അജ്ഞാതമായ മച്ച് ക്ലീഷേഡാണ് ആ ടേമെങ്കിൽ പോലും ഒരു അജ്ഞാതമായ കെമിസ്ട്രി, ഒരു രസതന്ത്രം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ സിനിമകളിൽ. അപാരമായ വിശ്വാസമാണ് എന്നിൽ VKP ഒരു റൈറ്റർ എന്ന രീതിയിൽ അർപ്പിച്ചിട്ടുള്ളത്. കാരണം ബ്യൂട്ടിഫുളും ട്രിവാൻഡ്രം ലോഡ്ജും പൂർണ്ണമായും സെറ്റിലിരുന്ന് എഴുതിയ തിരക്കഥകളാണെന്ന് അറിയാവുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് VKP. ചില ദിവസങ്ങളിൽ രാവിലെ സീൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ഞാൻ ഉറങ്ങിപ്പോവുകയും
ചെയ്തിട്ട് എൻ്റെ വാതിൽ വന്ന് മുട്ടി വിളിച്ചിട്ട് ആ സീൻ എവിടെ എന്ന് ചോദിച്ച ദിവസങ്ങളുണ്ട്. ദോസ് ആർ വണ്ടർഫുൾ ഡേയ്സ്. എൻ്റെ ഈ ഒരു കരിയർ നോക്കുമ്പോൾ, VKPയുടെ കരിയർ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് താലോലിക്കുന്ന ഓർമ്മകളുണ്ട്. ജയസൂര്യയുടെയും. എനിക്ക് ജാമ്യം കിട്ടിയല്ലോ. കിട്ടി. അതെ. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെയാണ്, അതായത് അതിൻ്റെ ഒരു ബേസിക് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഈ ബേസിക് പ്ലാറ്റ്ഫോം ഇസ് ഇനഫ് ടു പ്ലാൻ യുവർ സെൽഫ്. പിന്നെ സീൻസ് ആണ്. സീൻസ് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഒരു ദിവസം സീൻ വരാതെ ഐ വാസ് സോ അപ്സെറ്റ്. അപ്പോൾ ഐ വാസ് ഫ്യൂമിങ്. അപ്പോൾ പെട്ടെന്ന് അനൂപ് അവിടെ എത്തി. പ്രകാശ് ചേട്ടാ ഹോൾ ഇൻഡസ്ട്രി അറിഞ്ഞു സീൻ വരാത്തത്. പക്ഷേ ആ സീന് വായിച്ചപ്പോൾ I thought it was wonderfully written. So I just hugged him and told him, worth the wait. എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ ട്രിവാൻഡ്രം ലോഡ്ജിലൊരു സീനുണ്ട്. അതായത് ബാലേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ ജയസൂര്യ കാലൊഴിഞ്ഞു കൊടുത്തിട്ട് ഓരോ നെന്മണിയിലും അത് എഴുതിയിട്ടുണ്ടാവും, ഓരോരുത്തർ. ആ സീന് അങ്ങനെയാണ്. എന്തായാലും താങ്കളുടെ സിനിമാ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. അനൂപിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് അടിവരയിടാൻ വേണ്ടി വന്നതാണ്. ഈ VKPക്ക് അങ്ങനെ ഒരു വശം കൂടി ഉണ്ട്. നമ്മൾ കാണുന്നത് പോലെ അത്ര ഒരു എന്താ പറയണ്ടേ, ഒരു കർക്കശക്കാരനായ ഒരു പരസ്യ നിർമ്മാതാവിന്റെ കണിശതയ്ക്കപ്പുറത്ത് ചെറിയൊരു അരാജകത്വവും ചെറിയൊരു അനിശ്ചിതത്വവും അല്ലെങ്കിൽ കലാകാരൻ്റെതായിട്ടുള്ള ഒരു ധാരാളിത്തം, സ്പേസ് ഉണ്ട്. നാടകത്തെ കുറിച്ച് VKP പറയുമ്പോൾ എനിക്കൊന്ന് VKPയുടെ കൂടെ വിഹരിച്ച ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സ്മരണകളുണ്ട്. താങ്കൾ അഗ്രഗണ്യെന്ന് വിചാരിക്കുകയും താങ്കളുടെ ഒരുപാട് പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുകയും ചെയ്ത താങ്കളുടെ സമപ്രായക്കാരനായ അദ്ദേഹത്തിന് എന്തോ ഒന്നും കൂടി പറയാനുണ്ടോ? വരട്ടെ. അതെ, വേറൊന്നും തോന്നരുത്. നമ്മുടെ ആതിരയുടെ കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴും ആ ബന്ധമൊക്കെ ഉണ്ടോ ഈ ആതിരയുമായിട്ട്? അതിനകത്ത് എനിക്കൂടെ ഒരു പങ്കാളിത്തം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വെളിപ്പെടുത്താമെങ്കിൽ വെളിപ്പെടുത്താം. എല്ലാവർക്കും ഒരു പ്രണയം ഉണ്ടാവുമല്ലോ, എന്തിനോടെങ്കിലും ആരോടെങ്കിലും ഒക്കെ. അപ്പം ആതിരയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറ. VKP എന്തൊക്കെയാണിത്? ഒരു ബിന്ദു വന്നു, ആതിര വന്നു, ഇതെന്തായാലും നിങ്ങളുടെ പരിപാടി എന്തായിരുന്നു കാലത്തില്? നാടകം പഠിക്കലായിരുന്നോ അതോ പെമ്പിള്ളേരെ പറയാൻ നടക്കലായിരുന്നു? അല്ല, ആതിര എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു ഫൈനൽ പ്രൊഡക്ഷൻസ് ചെയ്യണം. അപ്പോൾ ഫൈനൽ പ്രൊഡക്ഷൻ ഞാനായിട്ട് ഹെറോൾഡ് പെയിൻറ്ററുടെ ഒരു നൈറ്റ് എന്നുള്ളൊരു പ്ലേ ആണ്. അതൊരു ഒരു വരിയുള്ളൊരു പ്ലേ ആണ്. അപ്പോൾ ഞാൻ ബാലേട്ടനായിട്ട് സംസാരിച്ചിട്ട് ബാലേട്ടനാണ് ആ പ്ലേ എഴുതിയത്. ആതിര എന്നാണ് ആ പ്ലേൻ്റെ പേര്. അത് അന്ന് ഒരു എൻവയോൺമെൻറ്റൽ തിയേറ്റർ മരിച്ചത്. അത് ഒരു സ്ഥലത്ത് നാടകം ആരംഭിക്കുകയും ആൾക്കാർ നാടകത്തിൻ്റെ കൂടെ നടന്നു വരികയും എന്നിട്ടൊരു മരച്ചോട്ടിൽ വീണ്ടും നാടകം ആൾക്കാരിരുന്ന് നാടകം കാണുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നാടകമായിരുന്നു അത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേ ആയിരുന്നു. വളരെ മ്യൂസിക് ഇൻവോൾവ് ആയിട്ടുള്ളൊരു പ്ലേ ആയിരുന്നു. ഒരു പിൻട്രയുടെ ഒരു നാടകത്തിൻ്റെ സ്വഭാവമുള്ള മലയാള നാടകമായിരുന്നു. പക്ഷേ ഇത് അതിന് ശേഷമുള്ള ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് ആതിര എന്ന് പേരിടാനായി ഞാൻ ആലോചിച്ചിരുന്നു. പിന്നീട് കാവ്യ എന്നുള്ള പേരായി. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ കോഴിക്കോട് ചെറിയൊരു വീടുള്ളത് ആതിര എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ആതിര എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മകൾക്കിടാൻ നോക്കി. പിന്നീട് അതിന് ശേഷം ഞാൻ എന്തുകൊണ്ടാണ് മകൾക്ക് ഇടായിരുന്നത്? അല്ല, പിന്നെ കാവ്യ എന്നുള്ളൊരു പേര് വന്ന് എല്ലാവരും ഭൂരിപക്ഷം പഠിച്ച നാടകത്തിൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞിട്ട് സോ ജസ്റ്റ് ഐ പുട്ട് ഹർ കാവ്യ ആൻഡ് ദെൻ മൂവ്ഡ് ഓൺ ടു വീട്ടിൽ ആതിര എന്ന് പേരിട്ടുണ്ട്. VKP ഈ പറഞ്ഞ തിയേറ്റർ രംഗത്ത് നിന്ന്, തിയേറ്റർ കുറച്ചുകൂടി വിസ്തൃതമായൊരു മേഖലയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് സാധ്യതയുണ്ട്. പരസ്യരംഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് താങ്കൾ ആ മേഖലയിൽ തന്നെ, അതേ ഒരു പ്രൊഫഷനാണ്, ഒരു കരിയറാണ്, ഒരു ജീവിത മാർഗമാണ്, അതായിരുന്നു താങ്കളുടെ ഊന്നൽ അവിടെ? അല്ല, ആക്ച്വലി സംഭവിച്ചത് ഞാൻ ഐ വാസ് ഡൂയിങ് തിയേറ്റർ ഇൻ ബോംബെ. അപ്പോൾ അവിടെ ഈ മോട്ട്ലി ഗ്രൂപ്പിലൊക്കെ ഞാൻ കുറച്ചൊരു വർക്ക്ഷോപ്പൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് കിറ്റു കിഡ്വാനിയൊക്കെ ഒരു പുവർ തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ തിയേറ്റർ വർക്ക്ഷോപ്പ്സ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കിറ്റു കിഡ്വാനി ഈസ് എ മോഡൽ ആ സമയത്ത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്താണ് VKP എനിഹൗ യു ഹാവ് ടു സർവൈവ്, സോ വൈ കാൻറ്റ് യു ഗോ ആൻഡ് വർക്ക് ഇൻ ആൻ അഡ്വർടൈസിംഗ് ഫിലിം പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് RM റാവു ഇസ് എ വെൽ നോൺ ക്യാമറാമാൻ, അടൂർ സാറിൻ്റെയൊക്കെ ക്ലാസ്മേറ്റ് ആണ്. പുള്ളി പറഞ്ഞു യു ഡോണ്ട് വർക്ക് ഇൻ ദിസ് പ്രൊഡക്ഷൻ ഹൗസ്, ടേക്ക് യു ഇൻ അനദർ പ്രൊഡക്ഷൻ ഹൗസ്. വന്നിട്ട് പുള്ളി എന്നെ പേഴ്സണലായിട്ട് അവിടുത്തെ വൺ ഓഫ് ദി ലീഡിങ് പ്രൊഡക്ഷൻ ഹൗസാണ് കൈലാഷ് സുരേന്ദ്രനാഥ് എന്ന് പറഞ്ഞിട്ട് ഫാർ പ്രൊഡക്ഷൻസ്. അവിടെ എന്നെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. ഞാൻ പിന്നെ അവിടുന്ന് കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്കിത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്, വർക്കുണ്ട്, സിനിമ പഠിക്കാം, പൈസയുണ്ട്. സോ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ. ഫ്രം ദർ ഐ ഗ്രാജുവേറ്റഡ് ടു എവറസ്റ്റ് അഡ്വർടൈസിംഗ് ആൻഡ് ഫ്രം ദർ ടു Ogilvy. Ogilvy ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഏജൻസി. Ogilvy ഞാൻ ഐ വാസ് ഹെഡിങ് ഫിലിംസ്, ക്രിയേറ്റീവ് ഫിലിംസ്, നാഷണൽ. അപ്പം അങ്ങനെ ഒരു ജേർണി ആയിരുന്നു. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് നിമിത്തമായത്
ആ ഒരു ആദ്യത്തെ ആ ഒരു സ്പർശമാണ്. തീർച്ചയായിട്ടും അതല്ലെങ്കിൽ താങ്കൾ വേണമെങ്കിൽ റിയലൈസ് ചെയ്യില്ല, നമ്മൾ റിയലൈസ് ചെയ്യില്ല. കാരണം ഫോർ എ പേഴ്സൺ ഹു ഗോൺ ഫ്രം കേരള ഫ്രം സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് റിയലൈസിങ് വാട്ട് ഇസ് അഡ്വർടൈസിംഗ് ആൻഡ് വാട്ട് ഇസ് അഡ്വർടൈസിംഗ് ഫീൽഡ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനായിട്ട്. അത് അങ്ങനെ ഒരു നിമിത്തം തന്നെയാണത്. ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ് us see who is it. VKP എൻ്റെ ആദ്യത്തെ ബോസായിരുന്നു. ബോസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രണ്ട്, ഒരു മെൻറ്റർ. ഞങ്ങൾക്ക് ഭയങ്കര എനർജി തരുന്ന ഒരാൾ, ഞങ്ങളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത ഒരാളാണ്. ഇത്രയും വർഷമുള്ളൊരു പരിചയമുണ്ട്. ആൻഡ് VKPയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഹി ഈസ് സ്റ്റിൽ 18 years old. ഹി ഹാസ് സോ മച്ച് എനർജി ദാറ്റ് ഹി പുട്ട്സ് പീപ്പിൾ ലൈക്ക് അസ് ടു ഷെയിം. ഞങ്ങൾക്കൊക്കെ ആക്ച്വലി അത്രയും ഒരു ഹാഫ് പോലും VKPയുടെ എനർജി ഇല്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഫൺ വർക്കിംഗ് വിത്ത് ഹിം. VKP ഈസ് വെരി ഇൻഫെക്ഷ്യസ്. അതായത് VKPയുടെ കൂടെ നിന്നാൽ നമ്മൾ ഫുൾ ടൈം ചിരിയാണ് സെറ്റിൽ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ VKPയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു രസമായിട്ട് തോന്നുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നിർത്താതെ പുള്ളി പടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, വൺ ആഫ്റ്റർ ദി അതർ. അതൊരു ഭയങ്കര കഴിവാണ്. അത് VKPക്ക് ഒരു ചെറിയൊരു അസുഖമുണ്ട്, അതായത് വെറുതെ ഇരിക്കില്ല, ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാത്ത മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിച്ചാൽ അവർ അതേ പറയുള്ളൂ. അപ്പോൾ VKPയുടെ ബേസിക്കലി എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ഒരു 5 സെക്കൻഡ് വെറുതെ ഇരിക്കാൻ പറ്റുമോ VKP? എന്താ സംഭവിച്ചില്ല? നോട്ട് പോസിബിൾ അറ്റ് ഓൾ. കുടുംബത്തിന് ഇത് വലിയ കലാപത്തിന് വഴിവെക്കുന്നുണ്ടോ? No. They are used to it. They don't have a choice. സ്നേഹനെ സംബന്ധിച്ചിടത്തോളം സ്നേഹ ഇസ് ടു ഇപ്പോൾ വൺ ഓഫ് ദ ലീഡിങ് അഡ്വർടൈസിങ് ഫിലിം പ്രൊഡക്ഷനിലെ പ്രൊഡ്യൂസറാണ്. അസിസ്റ്റൻ്റ് ആയിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു, ഒഗിൽവിയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവളുടെ ഹസ്ബൻഡ് വന്നിട്ട് വർമ്മ, ഹീസ് ഓൾസോ മൈ പ്രകാശ് വർമ്മ, എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ദേ ആർ ഡൂയിങ് വെരി വെൽ. ഈ സൂസു അങ്ങനെയുള്ള വലിയ വലിയ ഇൻ്റർനാഷണൽ കമേഴ്ഷ്യൽസ് എല്ലാം ചെയ്യുന്ന ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വളരെ ഹോട്ടായിട്ട് നിൽക്കുന്ന ഗുരുവിനേക്കാളും കൂടുതൽ പൈസ അവർ ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ദാറ്റ് ഇസ് വാട്ട് കുളൂർ സാർ ഒരിക്കൽ പറയും, വെള്ളച്ചാട്ടത്തിന്റെ താഴെ പോയി നിൽക്കണം. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ ഒരു തണുപ്പുണ്ട്, അത് ഭയങ്കര രസമാണ്. അതായത് ഗുരുക്കന്മാർ താഴെ പോയി നിന്നിട്ട് ശിഷ്യന്മാരുടെ ഈ വെള്ളം പതിക്കുന്ന നമ്മൾ കൊള്ളുമ്പോൾ അതിനൊരു ഭയങ്കര സുഖമാണ്, ആ തണുപ്പ് ഭയങ്കരമാണ്. നോക്കാം മൂപ്പർത്തിയുടെ ഹസ്ബൻഡ് നമ്മളെ കൊണ്ടുവരാം. എൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിലിംസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രോത്സാഹനം, എന്നെ പറ്റി ഇൻഫാക്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുകയും എന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുകയും പല ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നത് VKP ആണ്. അത് എനിക്കെന്ന് മാത്രമല്ല, ഇന്ന് അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രിയിലും ഫീച്ചർ ഫിലിംസിനും എത്രയോ പേർക്ക് VKP ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ക്വാളിറ്റി നമസ്കരിച്ചിരിക്കുന്നു. അതെന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെ VKPയോട് ചോദിക്കാനുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, എന്നാണ് എനിക്ക് VKPയുടെ സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം, ഒരു റോള് എന്നാണ് VKP എനിക്ക് തരാൻ പോകുന്നത്? ഈ ഒരു അവസരത്തിൽ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് VKP അത് സീരിയസ് ആയിട്ട് എടുക്കും എന്നതിലേക്ക് ഉറപ്പാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ, വൺ ഓഫ് ദി ലീഡിങ് അഡ്വർടൈസിങ് പ്രൊഡക്ഷൻ ഹൗസാണ്. നല്ല എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് എൻ്റെ ശിഷ്യന്മാരിപ്പോൾ. എല്ലാവരെയും പറയുമ്പോൾ ശരത്തുണ്ട്, ഈ വൈകിട്ട് എന്താ പരിപാടിയൊക്കെ ശരത്തുണ്ട്. പിന്നെ ബോംബെയിൽ കുറേ പേരുണ്ട്. സോ ദർ ഓൾ ഡൂയിങ് വെരി വെൽ. സോ ഇറ്റ്സ് നമ്മളൊരു സ്കൂൾ എന്നുള്ള രീതിയിൽ അത് ഭയങ്കര, ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഓൾ ഡൂയിങ് വെരി വെൽ. അത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ബഹുമതിയാണ്. തീർച്ചയായിട്ടും അത് ചോദിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കണം, പക്ഷെ അവന്റെ ലുക്ക് നല്ലതാ. അഭിനയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവന്റെ കമേഴ്ഷ്യൽസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആണല്ലേ? VKPയുടെ ഓഫീസ് ഒരു മാരേജ് ബ്യൂറോ ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. അതെ, ഒരുപാട് പേര് കല്യാണം കഴിച്ച അവിടെ നിന്നാണ്. ഒരുപാട് പേര് അവിടെ വന്നിട്ടാണ് ജീവിതം കരുപ്പിടിപ്പിച്ചത്. അതെ, ഇവരവിടെ നിന്നാണ്. ജോമോൻ ആനഗസ്റ്റിൻ അവിടെ നിന്നാണ്. അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾ കൊടുത്തിരുന്നു? സ്വാതന്ത്ര്യം അവരെടുക്കുന്നതാണ്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമല്ല, അവരെടുക്കുന്നതാണ്. പക്ഷെ ആദ്യം താങ്കൾക്കായിരിക്കും ഇത് മണക്കുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും മണക്കില്ല. അവർ പറയും, എനിക്ക് മനസ്സിലാവില്ല, അത് ഇവർക്ക് അറിയാം, എനിക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. പിന്നെ ഫൈനലി ഇവരെന്ന് വന്ന് പറയും. താങ്കൾക്ക് ആ ഫാക്കൽറ്റി ഇല്ല? ആ ഫാക്കൽറ്റി എനിക്ക് അത് കുറച്ച് കമ്മിയാണ്. കാരണം പ്രണയം മണത്തറിയുന്നുള്ള ഫാക്കൽറ്റി ഇല്ല, അതില്ല. ധൈര്യം കുറവായിരുന്നു. ധൈര്യം വളരെ കുറവായിരുന്നു. ഇപ്പൊ നമ്മളത് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് കീപ് ഇറ്റ് ക്വയറ്റ്.
എനിക്ക് ആ ബോഡി ലാംഗ്വേജ് കാര്യം മനസ്സിലായി. ശരിയത്, ട്രൂ, വെരി ട്രൂ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല VKP, എല്ലാം പോയി. ഇനി വല്ലോ നിങ്ങൾ ഇനിയിപ്പോ ഞാൻ ഈ വെള്ളത്താടൊക്കെ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഏതിനു വേണ്ടിയിട്ട്? അല്ല, എങ്ങാനും ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എന്തോ ചെറുത് തടഞ്ഞ രീതിയിലാണ് താങ്കൾ ഈ പറയുന്നത്. തടയുന്നില്ല, അതാണ് പ്രശ്നം. തടയും എന്നുള്ള വിശ്വാസം എല്ലാവരും നമ്മൾ ഉണ്ടാക്കി, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വടിച്ചുകളാ VKP. നാളെ ഒരു ചെറിയൊരു ആക്ടിങ് എക്സസൈസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കൊള്ളാം. സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതാണ് മൈ ഫസ്റ്റ് ഫിലിം പൊൻരതി ബാസ്. ബാലചന്ദ്രന്റെ ആയിരുന്നു സ്ക്രീൻ പ്ലേ. മാനസിയുടെ ഒരു 3 ചെറുകഥകളെ ആസ്പദമാക്കിയിട്ട് ബാലട്ടൻ ചെയ്തിട്ടുള്ള ഒരു തിരക്കഥാ സംഭാഷണമാണ്. എന്തായിരുന്നു പ്രൊവക്കേഷൻ? ഒരു സിനിമ എടുക്കണം എന്നുള്ളത് താങ്കളുടെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു? ഒരു ഫിക്ഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒരു ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ എൻ്റെ മനസ്സിലുള്ളൊരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പോയിന്റ്സ് വെച്ച് ഞാനൊരു ഓൾമോസ്റ്റ് ഐ വെയിറ്റഡ് ഫോർ 13 years. 13 വർഷം കാത്തിരുന്നു. അഡ്വർടൈസിങ്ങിൻ്റെ യാത്രയിൽ ഓരോ നിമിഷവും ഞാനിത് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ തിരക്കിനിടയിലും താങ്കളുടെ എവിടെയോ കിടപ്പുണ്ടായിരുന്നു ആ സിനിമ. അതെ, തീർച്ചയായിട്ടും. പിന്നെ മാനസി അവരുടെ ഗ്രൂപ്പിൽ ഞാൻ പ്ലേകൾ ചെയ്തിരുന്നു, നാടകങ്ങൾ ഒരുപാട് അവിടെ ബോംബെയിൽ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഈ കഥകൾ വായിക്കാനിടയാവും. ബാലേട്ടനായിട്ട് സംസാരിക്കുകയും ബാലേട്ടനെ ബാംഗ്ലൂർ കൊണ്ടുപോയി രവിശങ്കറിൻ്റെ ആശ്രമത്തിലാണ് പുള്ളി താമസിച്ചത്. സോ ഒരു 7 days ഹി റോഡ് ദ ഹോൾ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് മഴ വന്നു. സോ ദെൻ വി ഡിസൈഡഡ് എക്സാക്ട്ലി ഹി വാസ് റീഡിങ് എ റെയിൻ സീക്വൻസ്. റെയിൻ ഹാപ്പൻഡ് ഔട്ട്സൈഡ്. അങ്ങനെ വീണ്ടും ഒരു 14 ദിവസം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞാൻ, രവി കെ ചന്ദ്രൻ, സാബു സിറിൽ, ലൂയി ബാങ്ക്സ്, ശിവമണി, സുരേഷ് അറസ്, ബാലേട്ടൻ, അങ്ങനെ ഒരു ഭയങ്കര കൂട്ടായ്മയായിരുന്നു ആ സിനിമ. അത് ഇനി അത്രയും പേരെ ഇനി ഒരുമിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ സാഹസമാണ്, ഭയങ്കര സാഹസം. അത് ഈ അഡ്വർടൈസിംഗ് കൊണ്ട് സംഭവിച്ചാണ്. എല്ലാവരും പരിചയമുള്ളവരായതുകൊണ്ട്, അഡ്വർടൈസിംഗ് കൊണ്ട് എല്ലാവരും ഒത്ത് അപ്പോൾ തന്നെ ഇറ്റ് കുഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ ഫാസ്റ്റ്. പിന്നെ ഒരു NP പ്രകാശ് എൻ്റെ തന്നെ പാർട്ട്ണറാണ്, പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. വേണമെങ്കിൽ താങ്കളുടെ ഒരു റിസോഴ്സ് വെച്ചിട്ട്, പരിചയം വെച്ചിട്ട്, ബന്ധങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ മൂവിയാക്കി അതിന് വേണം മാറ്റായിരുന്നു. ഒരു ബിഗ് ബാങ്കിലേക്ക് എന്തുകൊണ്ടത് ചിന്തിച്ചില്ല? ഇല്ല, എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ലിറ്ററേച്ചറായിട്ടുള്ള ബന്ധപ്പെട്ട സിനിമ, എനിക്കിഷ്ടപ്പെടുന്നൊരു സിനിമ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിട്ടുള്ള ഒരു സൗന്ദര്യശാസ്ത്രം ഉള്ളൊരു സിനിമ എന്നൊരു തോന്നലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആദ്യത്തെ സിനിമ അങ്ങനത്തെ തന്നെ വേണമെന്ന് എനിക്ക് ഒരു ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. താങ്കളുടെ കയ്യിലും ഒതുങ്ങണം എന്ന് തീരുമാനിച്ചു. അത് കയ്യിലൊതുങ്ങണം. പ്ലസ് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കണം, നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഈ താങ്കളുടെ മനസ്സിൽ ഈ പറഞ്ഞ കാസ്റ്റ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതെ. മനോജ് ചിന്തിച്ചിട്ടേ ഇല്ല, കാരണം മനോജ് തന്നെയായിരുന്നു ഫസ്റ്റ്. നമുക്ക് അതിൻ്റെ ഒരു കുറവുണ്ടാണ്. നമസ്കാരം വിട്ടാ സാർ. നമസ്കാരം VKP. സുഖല്ലേ? എനിക്ക് VKP കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഒരു 15 വർഷം മുമ്പാണ്, 2000-ലാണ്. 2000-ൽ ഞാൻ എൻ്റെ സിനിമാ ജീവിതം ഏകദേശം അസ്തമിക്കുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങിയൊരു കാലമുണ്ട്. അതായത് ഒരു 4-5 പടം കണ്ടിന്യൂസ് അടുപ്പിച്ച് 8 നിലയിലും 18 നിലയിലും 28 നിലയിലും ഒക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നൊരു കാലം. അതിനകത്ത് ആകെ ഒരു തിരുനാളം പോലെ ഒരു പടം വന്ന ഭരതേട്ടൻ്റെ പടമാണ് ചുരം. അതും സാമ്പത്തികമായിട്ട് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഇനിയിപ്പോൾ നോക്കിയും കണ്ടൊക്കെ സിനിമ ചെയ്താൽ മതി, അങ്ങനെ പെട്ടെന്ന് ചാടിക്കറി ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പല സിനിമകളും വരും. അപ്പോഴത്തേക്കും എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഒഴിവാകാനാണ് ഇഷ്ടം. മുട്ടേപ്പനിയാണ്, അല്ലെ തമിഴ് പടമുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകും. അങ്ങനെ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണെന്ന് വേണേൽ പറയാൻ, ചുരുക്കി പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കുന്നൊരു കാലത്ത് VK പ്രകാശ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നു. നമസ്കാരം, മനോജ് കെ ജെയിനല്ലേ? ഞാൻ മനോജ് കെ ജെയിൻ. ഞാൻ VK പ്രകാശ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ ട്രെൻഡ്സ് എന്ന് പറയുന്നൊരു ആഡ് ഫിലിം കമ്പനിയുടെ പ്രൊപ്പറേറ്ററാണ്. ഞാൻ ഒരുപാട് നാഷണൽ ലെവലിലുള്ള ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രൊഡക്റ്റാണ്. നമസ്കാരം. അപ്പം ഞാനൊരു സിനിമ ചെയ്യുന്നു, ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാണ്. അപ്പോൾ നിങ്ങളാണ് നായകൻ. നിങ്ങളുടെ നായികയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫയറിലെ നന്ദിത ദാസാണ്. ഞാൻ നന്ദിത ദാസോ? ഒരു ചെറിയ ലഡു അവിടെ പൊട്ടി, കൊള്ളാം. അപ്പം ക്രൂ ആരെന്നൊക്കെ ചോദിച്ചപ്പം അത് രവിയായിരിക്കും, ക്യാമറ രവിയായിരിക്കും. ഞാൻ ചെയ്ത് രവി കെ ചന്ദ്രൻ ക്യാമറ ചെയ്യുന്നു. പുള്ളി അപ്പോൾ ബോളിവുഡൊക്കെ തകർത്ത് തുടങ്ങിയ സമയമാണ്. ആർട്ട് സാബു സിറിലാണ്. എൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ലൂയി ബാങ്ക്സ്, ശിവമണി ടീമായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. ആ ഞെട്ടൽ ഞാൻ VK എടുത്ത് അധികം കാണിച്ചില്ല ഫോണിൽ. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ഇത്, ഇനി ഈ പടം കൂടെ ഇറങ്ങി പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കുഴപ്പത്തിലേക്ക് ആവുമല്ലോ എന്നുള്ളൊരു പേടിയുള്ളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് കൊമേഴ്ഷ്യലി ഉള്ള പടമാണോ?
അല്ല, ഇത് കൊമേഴ്ഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെൻ്റെ മനസ്സിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് ഓടണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ ചിലപ്പോൾ തിയേറ്ററിൽ വരുമെന്ന് തന്നെ സംശയമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ ഫിലിം ഫെസ്റ്റിവലുകളിലും അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ച അംഗീകാരങ്ങളൊക്കെ കിട്ടിയാൽ നല്ലത്. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നതല്ല. ഞാനിത് തിയേറ്ററുകളിൽ ഇറങ്ങി എനിക്ക് ഇതിലൊന്നും കാശ് കിട്ടണമെന്നില്ല. ആ വാക്ക് എന്നെ ഡിം 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 ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ഇത് കൊള്ളാം, ഇപ്പം ചെയ്യാൻ പറ്റിയ പടമാണ്, ഒരു പടം ചെയ്തൊന്നുമായി, ഇനി തിയേറ്റർ വരത്തുമില്ല, ഓക്കെ സന്തോഷം. അങ്ങനെ ഈ പടം കമൻറ്റ് ചെയ്യുന്നു. VKP ആയിട്ട് സെറ്റിൽ വെച്ച് കൂട്ടിമുട്ടുന്നു. ഇത്രയും ക്യാഷ്വലായിട്ടുള്ളൊരു വ്യക്തി, എൻ്റെ വ്യക്തി എന്നല്ല, ഇത്രയും ക്യാഷ്വലായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്ര കൂളാണ് VKP. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സംവിധായകനോട് വീണ്ടും നമുക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന സംവിധായകരിൽ വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് VKP. അങ്ങനെ സത്യം പറഞ്ഞാൽ അതിനുശേഷം എനിക്ക് ഒരു സിനിമയിലും ഇത്ര 10-15 വർഷത്തിൽ VKP ഒരുപാട് നല്ല സിനിമകൾ പിന്നെ ചെയ്തു. പക്ഷേ അതിലൊന്നും എനിക്ക് സഹകരിക്കാൻ പറ്റിയിട്ടില്ല. അതല്ല എൻ്റെ വിഷയം. ഞാൻ പറയുന്ന അന്ന് കാണിച്ച ആ ചങ്കൂറ്റം, പുനരധിവാസം പോലും സിനിമ എടുക്കാൻ കാണിച്ച അന്നത്തെ ചങ്കൂറ്റം ഇന്ന് ഈ കാലാവസ്ഥയിൽ VKP ഒന്ന് പ്രയോഗിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും വംശനാശം സംഭവിച്ചു പോകാതിരിക്കാനെങ്കിലും അത്തരത്തിലുള്ള സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഞാനല്ല, ആരായാലും മതി. ഒന്ന് ശ്രമിച്ചൂടെ? ഓൾ ദി ബെസ്റ്റ്. അല്ല, തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒരു സിനിമ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജാണ്. അത് KV മോഹൻകുമാറിൻ്റെ ശ്രാദ്ധശേഷം എന്നുള്ളൊരു നോവലാണ്. അതിൻ്റെ ചലച്ചിത്രാവിഷ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മീര ജാസ്മിൻ ഉണ്ട്, മൈഥിലി, നരേൻ, അജ്മൽ. ഹീറോയിൻ ഓറിയൻറ്റഡ് ആണോ? ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. KV മോഹൻകുമാറിൻ്റെ വളരെ പ്രശസ്തമായിട്ട് നോവലാണ്. ശ്രാദ്ധശേഷം എന്നാണ് അതിൻ്റെ പേര്. സിനിമയുടെ പേര് മഴനീർത്തുള്ളികൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ വിട്ടില്ല, പുനരധിവാസം വിട്ടില്ല? ഇല്ല, തീർച്ചയായിട്ടും ഞാൻ അതിനിടയിൽ കർമ്മയോഗി ചെയ്തിരുന്നു. ഹാംലെറ്റിൻ്റെ, ഷേക്സ്പിയറിൻ്റെ, അത് ഇന്ത്യൻ പനോരമയിലുണ്ടായിരുന്നു. പിന്നെ ഐതൊന്തൽ ഐതോ എന്ന് പറഞ്ഞിട്ട് ക്ലൂർ സാറിൻ്റെ ഒരു 5 നാടകങ്ങളെടുത്ത് സിനിമയ്ക്കായിരുന്നു. അത് ഇതിലുണ്ടായിരുന്നു, ഇന്ത്യൻ പനോരമയിലുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, അതും ഇന്ത്യൻ പനോരമയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഐ എം ജസ്റ്റ് കീപ്പിംഗ് ദ ബാലൻസ് വെക്കുന്നുണ്ട്. ഇപ്പം ഇതും ഏകദേശം ഇത് കുറച്ചുകൂടെ പുനരധിവാസത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. പുനരധിവാസം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം വാങ്ങിത്തന്ന ചിത്രമാണ്. ഒരു 22 അവാർഡോളം ആ സിനിമ കിട്ടി. ദേശീയ അവാർഡ്, മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം, സംസ്ഥാന അവാർഡ് കിട്ടി, സംസ്ഥാനത്തെ നവാഗത സംവിധായകനുള്ള അവാർഡ്, ജോൺ അബ്രഹാം പുരസ്കാരം, പത്മരാജൻ പുരസ്കാരം. പണം അത്രയും കിട്ടിയില്ലെങ്കിലും അവാർഡുകൾ ഒരുപാട്. അറ്റ്ലാന്റ സിറ്റി ഫിലിം ഫെസ്റ്റിവൽ, ബെർലിൻ ഇന്റർനാഷണൽ, ഒരുപാട് സ്ഥലത്ത് അവാർഡ് കിട്ടിയാണ്. അവാർഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലവ് ആയോ? ഇല്ല, ഒരിക്കലും ആവില്ല. പിന്നെ അത് വളരെ 11 ദിവസം കൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഫിലിമിലാണ്. അപ്പോൾ അത് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന രക്ഷസ് അവിടെ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുന്നതാണ്. ആദ്യം ചെയ്തൊരു സിനിമയുടെ അടുത്തൊരു റൂറലായിട്ടുള്ള ഒരു തിയേറ്ററിൽ, ഒറ്റപ്പാലത്തൊരു തിയേറ്ററിൽ ഞാൻ രവിയും കൂടെ പോയിരുന്നിട്ട് റഷസ് പ്രൊജക്ട് ചെയ്ത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊരിക്കലും ഈ വീട്ടിൽ നമ്മൾ കാണുമ്പോൾ കിട്ടില്ല. പ്രകാശ്, ഒരു കണക്കിന് താങ്കൾ എത്രത്തോളം വലിയ ഒരു പരസ്യ കമ്പനിയുടെ പ്രയോക്താവോ ഉടമയോ ആണെങ്കിൽ പോലും മലയാളത്തിൻ്റെ മണ്ണിൽ എനിക്കൊന്ന് VK പ്രകാശ് എന്നുള്ള ഒരു പേര് ആൾക്കാർക്ക് പരിചിതമാകാൻ ആരംഭിച്ചത് താങ്കൾ സിനിമ മേഖലയിലേക്ക് വന്നപ്പോഴാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, കാരണം പരസ്യം അങ്ങനെയല്ല. പരസ്യം ഈസ് നോട്ട് എക്സ്പോഷർ ഇല്ലാത്തൊരു ഫീൽഡ്. അതിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് ആരും അറിയില്ല. ഞാൻ പരസ്യത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഞാൻ ആദ്യം നോക്കി ഏത് ബ്രാൻഡാണ് ഞാൻ ചെയ്യാത്തത് നോക്കും. ഏതെങ്കിലും ബ്രാൻഡ് ഞാൻ ചെയ്യാത്ത ബ്രാൻഡ് ഉണ്ടോ? ഏതെങ്കിലും ഒരു ബ്രാൻഡ്, ഇപ്പോൾ PNG ആയാലും ഹിന്ദുസ്ഥാൻ ലിവർ ആയാലും ITC ആയാലും, നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര എക്സസൈസാണ്. ഞാൻ ഇടയ്ക്ക് പോയി നോക്കുന്നത് ഏതെങ്കിലും ചെയ്യാത്തുണ്ടോന്ന്. താങ്കൾ പ്രൊഡക്റ്റിനെ നോക്കുന്നത് പരസ്യത്തിൻ്റെ കണ്ണിൽ കൂടെ. പ്രോഡക്റ്റ് ഏതെങ്കിലും ഞാൻ ചെയ്യാത്ത ഐറ്റം വിട്ടുവെച്ചിട്ടുണ്ടോ? ആ അർത്ഥം നോക്കുവാണെങ്കിൽ താങ്കൾ എന്നുള്ള ഒരു ക്രിയേറ്റീവായ പേഴ്സണ് കുറച്ചുകൂടി ഒരു മാനിഫെസ്റ്റേഷൻ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ സിനിമ പോലുള്ള ഒരു തീർച്ചയായിട്ടും ലാർജർ മീഡിയത്തിലാണ്. തീർച്ചയായിട്ടും അതെ. ഒരാൾ വരട്ടെ. എൻ്റെ ഒരു ഇടക്കാലത്തുണ്ടായിരുന്ന ഒരു സിനിമ സംഗീത രംഗത്തിലെ ഒരു ചെറിയൊരു ബ്രേക്കിന് ഒരു വിരാമം കുറിക്കുന്നത് VKPയുടെ പുനരധിവാസം എന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളിലൂടെയാണ്. ഞാനൊരു കവിത പാടാനായിട്ട് വന്നതാണ്. പിന്നെ ഞാൻ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സംഗീതപരമായിട്ടുള്ള എല്ലാം ഞാൻ തന്നെ പാടുകയാണ് ഉണ്ടായത്. ഒരു നല്ലൊരു റീ എൻട്രി ആയിരുന്നു എന്ന് എനിക്കിപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു. എന്ന് മാത്രമല്ല, അത് എന്നെ അക്കാലത്ത് നാഷണൽ അവാർഡിൻ്റെ വക്ക് വരെ കൊണ്ടെത്തിക്കുകയും ലാസ്റ്റ് റൗണ്ട്സിൽ അത് എൻട്രി ചെയ്യുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് VKPയുടെ എത്രയോ സിനിമകളിൽ ഞാൻ പാടിയിട്ടുണ്ട്.
പല പല കോമ്പിനേഷൻസിൽ, അത് ഇംഗ്ലീഷ് ഫിലിമിനകത്ത് ഹിന്ദി പാട്ട്, മലയാള സിനിമകളിൽ നിറയെ മെലഡി, കുതിർന്ന കുളിച്ച ഗാനങ്ങൾ, അങ്ങനെ ധാരാളം പാട്ടുകൾ ഞാൻ VKPക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഈ സിനിമാ രംഗത്ത് വളരെ അധികം അഗ്രഷനും വളരെയധികം മാത്സര്യബുദ്ധിയൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു രംഗത്ത് അത്യപൂർവമായി മാത്രമേ VKPയെ പോലത്തെ ഒരു മനസ്സിൽ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നൊരു വ്യക്തിയെ കാണാൻ സാധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ VKPയെ മുൻപിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു പുകഴ്ത്തലാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. എന്നാലും കുഴപ്പമില്ല, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം അത്ര വിരളമായി മാത്രമേ അത്തരത്തിലുള്ള വ്യക്തികളെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുള്ളൊരു കാര്യം അഡ്വർടൈസ്മെൻറ്റ്, ഫിലിംസ്, അഡ്വർടൈസ്മെൻറ്റ്. ഒരു രംഗത്തു നിന്ന് മറ്റു രംഗത്തിലേക്ക് VKP ഇങ്ങനെ മാറി മാറി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന കാണാം. ഒരു വിരാമമില്ലാതെ, ഒരു വിശ്രമമില്ലാതെ, എല്ലാ പ്രാവശ്യവും എപ്പോൾ കണ്ടാലും ഓൺ യുവർ ടോസ് എന്ന് പറയുന്ന രീതിയിൽ എപ്പോഴും വളരെ സജീവമായിട്ട് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ സാധിക്കാത്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ സംസാരത്തിലാണെങ്കിലും ശരീരഭാഷയിലാണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം ചടുലത കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയെ പലപ്പോഴും എനിക്കൊരു എനർജി പലപ്പോഴും എന്നെ വളരെയധികം അതിശയിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള ഒരു ട്രേഡ് സീക്രറ്റ് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. എല്ലാ ആൾക്കാരും നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. എന്നെ വല്ലാതെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവരൊക്കെ പറയുന്ന പോലെ അത്ര നല്ല മനുഷ്യനാണോ? അങ്ങനെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത മനുഷ്യനാവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നല്ല മനുഷ്യനാണോ എന്ന് പറയാൻ പറ്റില്ല. ചീത്ത മനുഷ്യനാവാൻ എന്തായാലും ശ്രമിച്ചിട്ടില്ല. കാരണം ഞാനൊരു ഷേക്സ്പിയർ മോഡലിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ വില്ലനെ കണ്ടെത്തിക്കട്ടെ. നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും മോശപ്പെട്ട തല ഏതാണ്? എൻ്റെ ഏറ്റവും മോശപ്പെട്ടത് ഞാൻ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും. ഡിപ്രഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം. ഇമ്പൾസീവാണ്. ഡിപ്രസീവ് ആവും, പെട്ടെന്ന് ഡിപ്രഷൻ അടിക്കും. പക്ഷേ ഡിപ്രഷൻ അടിച്ചാലും ഒരു കുറച്ച് നേരത്തിനുള്ളിൽ അത് ഔട്ട് ഓഫ് ഡിപ്രഷൻ വരും. പക്ഷേ എന്നാലും അതൊരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അത് നമ്മുടെ എനർജീനെ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, നമ്മൾ കീപ്പ് ഓൺ ചെയ്യുന്ന ഒരു എനർജീനെ അതൊന്ന് ഡൗൺ ചെയ്യും ആ സാധനം. അപ്പോൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവാതെ നോക്കുക എന്നുള്ളത്. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നതിലാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന യാത്ര, ഭക്ഷണം, നല്ല ബിരിയാണി മുമ്പിൽ കാണുമ്പോൾ, നല്ല ഫിഷ്, അങ്ങനെ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, നിങ്ങളുടെ സായാഹ്നങ്ങൾ, എവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം? എനിക്ക് ഏറ്റവും കൂടുതൽ തരുന്ന ഒരു സീൻ എടുത്തിട്ട് ആ സീൻ നമ്മൾ ഇംപ്രവൈസേഷനോടുകൂടി റൈറ്റർ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു മേലേക്ക് അതിൻ്റെ ഒരു ബിൽഡിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അയാൾ ചെയ്ത ബ്ലൂ പ്രിൻ്റിലുള്ള ഒരു ബിൽഡിങ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് അവർ തോന്നൽ വരുമ്പോൾ ദാറ്റ് ഈസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മൊമെൻറ്റ് ഫോർ മീ. കാരണം സിനിമയാണ് എൻ്റെ ലൈഫ്. പിന്നെ സിനിമ ഇല്ലാത്ത സമയത്ത് ഐ സ്പെൻഡ് മൈ ടൈം ഓൺലി വിത്ത് മൈ ഫാമിലി. അല്ല, ഞാൻ ഒരിക്കൽ, കാരണം ഞാൻ അവിടെ ഉണ്ടാകുന്ന സമയം വളരെ ദുർലഭമായതുകൊണ്ട് വാട്ട് എവർ ടൈം ഐ ഗെറ്റ് ഇൻ ബാംഗ്ലൂർ ഐ ഗോ ആൻഡ് സ്പെൻഡ് വിത്ത് മൈ ഫാമിലി. VKP, അതായത് പുനരധിവാസം താങ്കളൊരു പരീക്ഷണമായിട്ട് ചെയ്തു. പക്ഷെ താങ്കൾ ഒരു എന്താ പറയുക, പ്രൊഫഷണൽ സിനിമാക്കാരനാകാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് പിന്നീട് താങ്കളെ ഒരു യാത്ര. അപ് ടു ഗുലുമാൽ, VK ചക്ര വാസ് മൈ സെക്കൻഡ് ഫിലിം. അതും ഇതുപോലെ സ്റ്റാർ മൂവീസിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ള ഒരു സിനിമയാണത്. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തപ്പോൾ ഒരു കമേഴ്ഷ്യൽ സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുലുമാൽ എന്നുള്ള സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഗേറ്റ് ക്രാഷാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് നമ്മുടെ സിനിമ തന്നെയാണോ ഒന്ന് ഫോണിൽ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഗേറ്റ് ക്രാഷ് ആണ്. കാരണം എൻ്റെ പ്രൊമോഷൻസ് ഇറങ്ങിയിരുന്നു. ഹൗസ്ഫുൾ ബോർഡ് കണ്ടപ്പോൾ ഞാൻ പോയിട്ട് അതിന് മുറത്തുനിന്ന് ഫോട്ടോ എടുത്തു. കാരണം ആദ്യമായിട്ടാണ് ഒരു ഹൗസ്ഫുൾ ബോർഡ് ഞാൻ എൻ്റെ സിനിമയ്ക്ക് കാണുന്നത്. അപ്പോൾ അവിടെ അന്നുണ്ടായ ഒരു എക്സൈറ്റ്മെന്റ്, അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി തോന്നി. താങ്കൾക്കും ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് താങ്കൾ തെളിയിച്ചു. അതെ അതെ. നിങ്ങൾ ഈ ചെറുപ്പക്കാരുടെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? അതെ, ഐ എം വെരി കംഫർട്ടബിൾ. ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് യങ്സ്റ്റേഴ്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് ഇറങ്ങി വരാൻ പറ്റും. പിന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്തത് 2 ചെറിയ ക്യാമറ വെച്ചിട്ടാണ്, Z100 ക്യാമറ വെച്ചിട്ടാണ്. അപ്പോൾ മമ്മൂക്ക ഒരു ദിവസം ഈ സെറ്റിൽ വന്നപ്പോൾ മമ്മൂക്കേൻ്റെ അടുത്ത് പറയണ്ടേ, നിങ്ങൾ ഈ ഓടി നടന്ന് ഷൂട്ടിങ് കാണാൻ ഭയങ്കര, ഇതിൽ DOP ഫൗസിയ ഫാത്തിമയായിരുന്നു, ഒരു ഫീമെയിൽ DOP ആയിരുന്നു. ഇങ്ങനെ 2 വീട്ടിലുണ്ട്, അതും കൂടെ എടുത്തോണ്ട് ചെയ്തോളൂ VKP എന്ന്. ഈ Z100 ക്യാമറ. ഇതിനു മുമ്പ് ഞാൻ മറ്റേ 3ാമതൊരാൾ ഫസ്റ്റ് ഡിജിറ്റൽ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ, അതായത് ഇന്ത്യൻ സിനിമയിലെ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ആൻഡ് ഓൾസോ ഫിലിം പ്രൊജക്ഷൻ. ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങും ഡിജിറ്റൽ പ്രൊജക്ഷനും. അപ്പോൾ ഈ ഡിജിറ്റൽ പ്രൊജക്ഷൻ ഇപ്പോൾ എല്ലാ തിയേറ്ററിലും നിന്നും പ്രിൻ്റുകളെല്ലാം പോയി. അന്ന് ഞങ്ങളൊരു എമിരൻഡറിക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ചേർന്നിട്ട് ഓൾമോസ്റ്റ് ഓൾ ദ തിയേറ്റേഴ്സ് വി റീഎക്യൂപ്ഡ് വിത്ത് UFO. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് വൈഡ് റിലീസായി
എല്ലായി എല്ലായി. എവിടെ വേണേലും ലോകത്ത് എവിടെ വേണേലും ഏത് വീട്ടിൽ വേണേലും റിലീസ്. അതെ. ഇപ്പം ഞാനും മറ്റേ രവി കേച്ചനോട് നല്ലൊരു ദിവസം ഡിസ്കസ് ചെയ്യായിരുന്നു. കാരണം ഇനി നമ്മൾ സിനിമ ഉണ്ടാക്കും, എനി യങ്സ്റ്റേഴ്സ് ക്യാൻ മേക്ക് എ ഫിലിം ഓൺ എ മൊബൈൽ ഓൾസോ ആൻഡ് ത്രോ ഇറ്റ് ഓൺ ടു ദ സ്കൈ. അതെ. ആൻഡ് ഹൂവർ വാണ്ട്സ് ടു പ്ലക്ക് ഇറ്റ് ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് ദെൻ ത്രോ ഇറ്റ് ബാക്ക്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം ആർക്ക് വേണേലും വീട്ടിലിരുന്ന് കാണാം. എക്സാക്ട്ലി. അപ്പോൾ ഇനിയിപ്പോൾ അഗൈൻ ഇറ്റ് ഡൗൺലോഡിങ് വരും. യു ക്യാൻ ഡു എനിത്തിങ്. യു ക്യാൻ തിയേറ്റർ എന്നുള്ള ഹാർഡ്വെയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളെ പോലുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്ക് ഈ സിനിമ കൊട്ടയിൽ ആളിങ്ങനെ വന്ന് ഇരുന്നൊരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന അതൊരു ഭയങ്കര മാസ് ഫീൽ, അതൊരു എക്സൈറ്റ്മെന്റ് ആണ്. അത് തീർച്ചയായിട്ടും ഞാൻ ഗുൽമാലിൽ അറിഞ്ഞു. പിന്നെ അതിനുശേഷം അത് വേണം. അതില്ലെങ്കിൽ ഭയങ്കര അപ്സെറ്റ് ആയി പോകും. അവിടെ താങ്കൾ ടേസ്റ്റ് ചെയ്തു രണ്ടാമത്തെ ടേസ്റ്റ്.